ഹലോ. അപ്പോൾ ഈ വീഡിയോ എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസത്തെ വാട്ട് ഐ ഏറ്റ് ഇൻ എ ഡേ ആണ്. അപ്പോൾ ഏറ്റവും ആദ്യം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നത് ഒരു ഗ്ലാസ് ചൂട് ചായയും അതുപോലെ തന്നെ 2 വെള്ളയപ്പം. പിന്നെ കറിയായിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള സെമി ഗ്രേവി, നല്ല തേങ്ങ ഒക്കെ അരച്ച് ചേർത്തിട്ടുള്ള കടലക്കറിയാണ്. അപ്പം വളരെ ടേസ്റ്റി ആയിട്ട് വളരെ സൂപ്പറായിട്ടുള്ള ഒരു കടലക്കറിയായിരുന്നു. അപ്പോൾ ഈ കടലക്കറി എന്ന് പറയുന്നത് ഞാൻ ഇതിൻ്റെ അകത്ത് നന്നായിട്ട് കടുകൊക്കെ താളിച്ച് ഉള്ളിയൊക്കെ ഇട്ട് നന്നായിട്ട് താളിച്ച് ഊറ്റും. പിന്നീട് അതിലേക്ക് ഞാൻ പച്ചത്തേങ്ങ, കുറച്ച് കൂടുതൽ പച്ചത്തേങ്ങ അരച്ച് ചേർത്തിട്ട് വീണ്ടും കുറേ നേരം അത് ഫ്ലെയിം ഓഫാക്കാതെ കുറേ നേരം അതങ്ങനെ കിടക്കും. അപ്പോൾ ഒരു സെമി ഗ്രേവി കൺസിസ്റ്റൻസി ആകുമ്പോൾ, ലൂസല്ല, ഒരു സെമി ഗ്രേവി പരുവമൊക്കെ ആകുമ്പോഴത്തേനും നമ്മളത് ഓഫാക്കും. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ട് നല്ല അടിപൊളിയായിട്ട് ഉള്ള വളരെ രുചികരമായിട്ടുള്ള കടലക്കറി. അപ്പോൾ ഇതാണ് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ സാറാക്ക് സ്നാക്ക് ബോക്സിൽ പഴമാണ് കഴിഞ്ഞ ദിവസം പൊരിച്ച് കൊടുത്ത് വിട്ടിരുന്നത്. അപ്പോൾ നോക്കിയപ്പോഴത്തേനും കുറച്ച് പഴമൊക്കെ സ്നാക്ക് ബോക്സിൽ മിച്ചം ഇരിക്കുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അത് വേസ്റ്റ് ആക്കാതെ തന്നെ കഴിച്ചേക്കാമെന്ന് വിചാരിച്ച് പഴം കഴിച്ചു. പിന്നീട് മോളുടെ സ്നാക്ക് ബോക്സിൽ തന്നെ ഇരുന്നതാണ് കുറച്ച് പേരയ്ക്ക. സാറാക്ക് എന്തോ പേരയ്ക്ക എന്ന് പറയുന്ന ഐറ്റം ഒട്ടും ഇഷ്ടമല്ല. അപ്പോൾ ഇന്നലെ വന്നിട്ട് അവൾ എന്നോട് പറഞ്ഞു, അമ്മ എനിക്ക് പേരയ്ക്ക ഒട്ടും ഇഷ്ടമല്ല, ഇനി വെക്കല്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ എന്താണേലും അവളുടെ പേരയ്ക്ക ഞാനെടുത്ത് കഴിച്ചു. അതിനുശേഷം പിന്നീട് ലഞ്ചായിട്ട് ഇന്ന് ചോറ് ആക്കുന്നില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ സാറാക്ക് കഞ്ഞി കൊടുത്തു, സൈറൂന് അവളുടെ ബോയിൽഡ് പൊട്ടറ്റോയും റൈസും ഒക്കെ കൊടുത്തു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഒരു സമൂസ ചാട്ട് ഓർഡർ ചെയ്തതാണ്. അപ്പം എനിക്ക് പ്രത്യേകിച്ച് ഒന്നും കഴിക്കാനായിട്ട് തോന്നിയില്ല. പിന്നെ ഇന്ന് പുറത്തൊക്കെ ഒന്ന് പോകേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ പിന്നെ പെട്ടെന്ന് എന്തെങ്കിലും കഴിച്ചേച്ചിറങ്ങാമെന്ന് വിചാരിച്ചിട്ട് ഒരു സമൂസ ചാട്ട് ഓർഡർ ചെയ്തു. ഇതിൽ കേടും അതുപോലെ തന്നെ നമ്മുടെ മിക്സ്ചറിൻ്റെ ആ ഒരു ഐറ്റവും പോംഗ്രാനൈറ്റും അതുപോലെ തന്നെ ചാട്ട്, അങ്ങനെ ലെയർ പല ലെയറായിട്ട്. അപ്പോൾ ഞാനിതാ കട്ട് ചെയ്ത് കഴിക്കുകയാണ്. അപ്പോൾ എനിക്ക് ഈ സമൂസ ചാട്ടെന്ന് പറയുന്നത് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടൊന്നുമില്ല. എനിക്ക് ശരിക്കും പറഞ്ഞാൽ പാനിപൂരി ഒക്കെ ഇഷ്ടം. എനിക്കിങ്ങനെ കേട് ചേർത്തതുകൊണ്ടാണോ എന്നറിയത്തില്ല, എനിക്ക് സമൂസ ചാട്ട് അത്ര ഇഷ്ടപ്പെട്ടില്ല. ഞാൻ വളരെ കുറച്ച് കഴിച്ചതിന് ശേഷം അതങ്ങോട്ട് മാറ്റി വെച്ചു, പിന്നീട് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് സമൂസ ചാട്ട് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെടാത്തത് കൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്തു, ഞാൻ എൻ്റെ ലഞ്ച് അതിൽ നിർത്തിയില്ല. അത് കുറച്ചേ കഴിച്ചുള്ളൂ, ഒരു 2-3 സ്പൂണേ കഴിച്ചുള്ളൂ. അത് കഴിച്ചതിന് ശേഷം ഞാൻ എന്ത് ചെയ്തു, 2 മുട്ടയെടുത്ത് ചിക്കി പൊരിച്ച് കടലക്കറിയും അതുപോലെ തന്നെ 2 പത്തിരി ഉണ്ടായിരുന്നു, അതും കൂട്ടിയാണ് ലഞ്ച് കഴിച്ചത്. പിന്നെ ഈവനിങ് ആയപ്പോഴത്തേനും ചായയും സ്നാക്കും ഒന്നും ആക്കിയില്ല. അപ്പോൾ സാറ കുറേ ദിവസമായിട്ട് പറയുകയാണ് ഈ ഒരു നൂഡിൽസ് വേണമെന്ന്, അതായത് ടിന്നിലുള്ള നൂഡിൽസ് വേണമെന്ന്. അങ്ങനെ എന്ത് ചെയ്തു, അത് സാറായും ഞാനും കുറച്ച് അത് കഴിച്ചു. പിന്നെ എല്ലാം കഴിഞ്ഞപ്പോഴത്തേനും ഒരു വൈകുന്നേരം ഈവനിങ്ങിൽ തന്നെ വളരെ അടിപൊളിയായിട്ടുള്ള ഒരു സ്പൈസി ബട്ടർ മിൽക്ക്, ഇതിൻ്റെ അകത്ത് ക്രഷ്ഡ് ചില്ലിയും ഒക്കെ ഇട്ടിട്ടുള്ള ഒരു ടൈപ്പ് സോഡ ഒക്കെയുണ്ട്, വിത്ത് സോഡയോട് കൂടിയിട്ടുള്ള നല്ല അടിപൊളി സൂപ്പർ റിഫ്രഷ്മെൻറ്റ് നൽകുന്ന ഒരു ഡ്രിങ്കാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് ആവശ്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ പുറത്തേക്ക് പോയിരുന്നു. വൈകുന്നേരം നമ്മളൊരു 7:30 കൂടിയൊക്കെ നമ്മൾ പുറത്തേക്ക് പോയി നമ്മുടെ കാര്യങ്ങളെല്ലാം നടത്തിയതിന് ശേഷം എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് ആയിട്ടുള്ള സ്പോട്ടാണ് അമ്മ റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അമ്മയിൽ കയറി നല്ല അടിപൊളി മസാല ദോശ. എനിക്ക് സത്യം പറഞ്ഞാൽ വീട്ടിൽ ഞാൻ ഈ ചിക്കനും നോൺ വെജും ഐറ്റംസൊക്കെ ഉണ്ടാക്കുമല്ലോ, മിക്ക ദിവസങ്ങളിലും ചിക്കനും ഫിഷും എഗ്ഗും ഒക്കെ ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് തന്നെ എനിക്ക് പുറത്ത് പോകുമ്പോഴത്തേനും നോൺ വെജ് കഴിക്കാനായിട്ട് ഒരു മൂടുമില്ല. അപ്പം എനിക്ക് പുറത്ത് പോകുമ്പോൾ കംപ്ലീറ്റ് ഇപ്പോൾ വെജിറ്റേറിയൻ ഫുഡ് കഴിക്കാനാണ് ഭയങ്കര ഇഷ്ടം. അപ്പം ഞാൻ ഇഡ്ഡലി സെറ്റ്, പൂരി ബാജി, അതുപോലെ തന്നെ മസാല ദോശ, അങ്ങനെയുള്ള ഐറ്റംസൊക്കെയാണ് ഇപ്പോൾ കൂടുതൽ റെസ്റ്റോറൻറ്റ്സിൽ പോയാൽ കഴിക്കാറുള്ളത്. പിന്നെ ഉച്ച സമയത്തൊക്കെ ആണെങ്കിൽ തനി നാടൻ ഉച്ച ഊണ്, അങ്ങനെയുള്ള ഐറ്റംസൊക്കെ. അപ്പോൾ ഇതാ നല്ല അടിപൊളിയായിട്ട് അമ്മ റെസ്റ്റോറൻറ്റിലെ മസാല ദോശ, അതിൻ്റെ ആ ഒരു മസാല എന്നൊക്കെ പറയുന്നത് ഒരു രക്ഷയില്ല. പിന്നെ ഇതാ കൊത്തു പൊറോട്ട,
പിന്നീട് നമ്മൾ ഓർഡർ ചെയ്തത് കൊത്തു പൊറോട്ടയാണ്. കൊത്തു പൊറോട്ട എന്ന് പറയുമ്പോൾ അതിലത്യാവശ്യം ചിക്കനൊക്കെ ഇട്ട് കൊത്തിപ്പൊരിച്ച് ചിക്കനും മുട്ടയും എല്ലാം കൂടി ഇട്ട് കൊത്തിപ്പൊരിച്ചിട്ടുള്ള ഒരു മിക്സ്ഡ് കൊത്തു പൊറോട്ട ആയിരുന്നു. പിന്നെ അവിടുത്തെ ചായ എന്ന് പറയുന്നത് ഫിൽട്ടർ കോഫി. ശരിക്കും പറഞ്ഞാൽ ഞാൻ പോകുന്ന അവിടുത്തെ മസാല ദോശയും ഫിൽട്ടർ കോഫിയൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോകുന്നത്. പിന്നെ കൊത്തു പൊറോട്ട സാറായി ഇക്കായും ഓർഡർ ചെയ്തതാണ്. പിന്നെ അതിൽ നിന്ന് ഞാൻ കുറച്ചെടുത്ത് ടേസ്റ്റ് നോക്കി കഴിക്കുകയൊക്കെ ചെയ്തു. എനിക്ക് അതിനോടൊന്നും എങ്കിലും ഞാൻ കുറച്ചെടുത്ത് കഴിച്ചു. അത് വേസ്റ്റായി പോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ 3 പേരും കൂടിയാണ് കൊത്തു പൊറോട്ട കഴിച്ചത്. ഒരു സാൽന പോലത്തെ ഒരു ഗ്രേവി ഉണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം കേർഡ് വിത്ത് ഓണിയൻ ഒക്കെ ചേർത്തിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള കൊത്തു പൊറോട്ട കഴിച്ചു. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഇന്നലത്തെ വാട്ട് ഐ ഏറ്റ് ഇൻ എ ഡേ എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ കുറച്ച് ടേസ്റ്റി ഡിഷസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അവിടെ നിന്ന് തന്നെ നമ്മളൊരു കൊക്കനട്ട് മിൽക്ക് മുറുക്ക് വാങ്ങിച്ചു. ഒരു രക്ഷയിലോട്ടോ, അടിപൊളി ടേസ്റ്റ്. പിന്നെ ഒരു മൈസൂർ പാക്കും വാങ്ങിച്ചു. അതിൽ നിന്നും കുറച്ച് കഴിച്ചു.